വയനാട് ദുരന്തത്തിന് ഇരയായവർക്ക് 100 വീടുകളോ 100 വീടുകൾക്ക് ആവശ്യമായ സ്ഥലമോ നൽകുമെന്ന് പണ്ഡിതനും വാഗ്മിയുമായ അബ്ദുൽ ലത്തീഫ് സക്കാഫി അറിയിച്ചു. മദനിയും ആത്മീയവേദിയുടെ പേരിലാണ് ഇത് നൽകുന്നത്. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പ്രഖ്യാപിച്ച പുനരധിവാസ പദ്ധതി വഴിയായിരിക്കും ഈ പദ്ധതി നടപ്പിലാക്കുകയെന്നും അദ്ദേഹം ജിദ്ദയിൽ പറഞ്ഞു. മദനിയും ആത്മീയം വേദികളിലെ പഠിതാക്കളും പദ്ധതിയുടെ ഭാഗമാകും. 4 വർഷത്തോളമായി പ്രവർത്തിക്കുന്ന മദനിയും ആത്മീയ വേദി വഴി ഇതുവരെ 20 കോടി രൂപയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തി. പാവപ്പെട്ടവർക്ക് 111 വീടുകൾ നിർമ്മിച്ചു നൽകി. 40 വീടുകളുടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. മദനിയം 111ഓളം വീടുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി. 40ഓളം വീടുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും സമാനതകളില്ലാത്ത ഒരു മഹാദുരന്തത്തിൻ്റെ വല്ലാത്ത വേദനയിലും വിഷമത്തിലുമാണ് നമ്മളുള്ളത്. ഈ ഒരു പ്രത്യേകമായ സാഹചര്യത്തിൽ കാന്തപുരം ഉസ്താദിനോട് ചേർന്ന് 100 വീടുകളോ അല്ലെങ്കിൽ 100 വീടുകൾക്ക് സമാനമായ സ്ഥലങ്ങളോ മദനീയം നൽകുവാൻ വേണ്ടിയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം സമാനതകളില്ലാത്ത ഏറ്റവും കൂടുതൽ മരണം സംഭവിച്ച ഒരു മഹാദുരന്തത്തിൻ്റെ വ്യത്യസ്തങ്ങളായ വാർത്തകളും വിഷമിക്കുന്ന അവസ്ഥകളും കാണുമ്പോൾ തീർച്ചയായും ആ മഹാപദ്ധതിയിൽ മദനീയവും ഭാഗമാകാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. അത് എവിടെയാണ് ഈ സ്ഥലം, അത് അല്ലെങ്കിൽ വീടുകൾ വെച്ചു കൊടുക്കും? വയനാട് തന്നെയല്ലേ? തീർച്ചയായും വയനാട് തന്നെയാണ് അതിനുവേണ്ടി നമ്മൾ സ്ഥലം കാണുകയും ഉദ്ദേശിക്കുകയും ചെയ്തിട്ടുള്ളത്.